ശ്രീജിത്ത്, ഇപ്പോൾ CPM ഈ നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതിൽ CPI പോലും ഈ തരത്തിൽ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് PV അൻവറാണ്. ഇപ്പോൾ പ്രതിപക്ഷവും ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. പൂർണ്ണമായും CPM-നെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആണ് PV അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. P. ശശിയുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള അഭിപ്രായ വ്യത്യാസം, P. ശശി മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു പാവമാണ്, അദ്ദേഹത്തിന് പാവം എന്ന വാക്കിന് കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്ന രൂപത്തിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന മട്ടിലുള്ള ആ നിലപാട് അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. എന്താണ് ഇനി PV അൻവറിനെ സംബന്ധിച്ച് മുന്നിലുള്ള ഭാവി എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക? ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ ഒരു വശത്ത് PV അൻവർ നൽകുമ്പോൾ, അപ്പുറത്ത് ഈ അന്വേഷണം, നിലവിൽ ഇപ്പോൾ PV അൻവർ കൊടുത്ത പരാതികളിലെ അന്വേഷണം, അപ്പുറത്ത് അജിത് കുമാർ PV അൻവറിനെതിരെ കൊടുത്ത പരാതിയിലും അന്വേഷണമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഗവർണർ ചില കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ നിലയ്ക്ക് പോകുമ്പോൾ PV അൻവറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണം പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരികയല്ലേ ശ്രീജിത്ത്? സ്മൃതി, അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വാർത്താക്കുറിപ്പിന് പ്രസ്താവനയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അത് സംഘടനാ തലത്തിലുള്ള ചില ഉദ്ദേശങ്ങളാണ്. അതായത് PV അൻവർ ഉയർത്തിക്കാണിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് വലിയ തോതിൽ പാർട്ടിക്കകത്ത്, പാർട്ടി അണികളിൽ, പ്രവർത്തകരിൽ, താഴെത്തട്ടിലുള്ള നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഈ സ്വീകാര്യത കിട്ടുന്നതിന് കാരണം അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായ പാർട്ടിയുടെ കൂടാരത്തിനകത്ത് നിൽക്കുന്ന MLA ആയതുകൊണ്ടാണ്. എന്നാൽ അദ്ദേഹം നടത്തുന്ന ഇപ്പോഴത്തെ പ്രതികരണങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണയില്ല എന്ന കാര്യം കൃത്യമായി പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടി അംഗങ്ങൾ ഈ അൻവറിന് നൽകുന്ന പിന്തുണയിൽ നിന്നും പിന്മാറണം എന്ന കൃത്യമായ സന്ദേശം ഈ വാർത്താക്കുറിപ്പിലൂടെ, പ്രസ്താവനയിലൂടെ CPM നൽകുന്നത്. അതായത് പാർട്ടി പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. പോലീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു പാർട്ടി നേതാവെന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിനിധി എന്ന പരിഗണന ലഭിക്കുന്നില്ല. മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 വർഷക്കാലത്തെ CPIM നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഭരണത്തിൽ പാർട്ടിക്കകത്ത് വലിയ തോതിൽ വിമർശനമുണ്ട്, എതിർപ്പുണ്ട്. അത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻവർ ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അൻവർ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ പാർട്ടിയുടെ എതിരാളികൾക്ക് സർക്കാരിനെയും മറ്റും ആക്രമിക്കാനുള്ള ആയുധമായി മാറുന്നുവെന്ന് പറയുമ്പോൾ, പാർട്ടി അൻവറിൽ അർപ്പിച്ച വിശ്വാസം പിൻവലിക്കുന്നു, പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഇനി പ്രവർത്തകരും പാർട്ടി നേതാക്കളും മറ്റ് ആളുകളും അൻവറിന് പിന്നിൽ അണിനിരക്കരുത്, അൻവറിനെ പിന്തുണയ്ക്കരുത് എന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഇനി സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി മുഖ്യമന്ത്രി കൈയൊഴിഞ്ഞപ്പോൾ തന്നെ തൃശങ്കുവിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ വാർത്താ സമ്മേളനം തന്നെ പുറത്തേക്കടിച്ചൊരു പന്ത് എന്നാണ് ഒരു നേതാവ്, ഒരു പ്രധാനപ്പെട്ട നേതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം ആദ്യം തന്നെ ഈ മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഈ സമരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ജില്ലാ സെക്രട്ടറി വിളിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു വെള്ള പേപ്പർ എഴുതി ഇങ്ങ് തന്നേക്കും, ഞാൻ രാജിവെക്കാം എന്ന മട്ടിൽ ജില്ലാ സെക്രട്ടറിയോട് പ്രതികരിച്ചു എന്നാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്ന വിവരം. അപ്പോൾ ആദ്യം മുതൽ തന്നെ അൻവറിൻ്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ചില സംശയങ്ങൾ CPM-നുണ്ട്. അങ്ങനെ രാജി എന്നുള്ള ആവശ്യം അടക്കം മുഴക്കുന്നത് കൊണ്ടാണ് കാണാൻ തന്നെ CPM നേതാക്കന്മാരും മുഖ്യമന്ത്രിയും തയ്യാറായത് എന്ന തരത്തിലുള്ള ഒരു ഭാഷ്യവും പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനി അൻവറിന് പിന്തുണയില്ല, അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പാർട്ടിയുടെ പരിരക്ഷയില്ല എന്ന കാര്യം കൃത്യമായി പ്രഖ്യാപിക്കുമ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നതും സംഘടനാപരമായ ഒരു തെറ്റായി മാറും, സംഘടനാ വിരുദ്ധമായ ഒരു നടപടിയായി മാറും എന്ന സന്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും അൻവറിന് പുറത്തേക്കുള്ള വഴി പാർട്ടി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ സ്മൃതി നേരത്തെ സൂചിപ്പിച്ച പോലെ അഭ്യർത്ഥന പോലുള്ള മൃദുവായ ഭാഷയിലാണ് എന്ന് മാത്രം. ശരി ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഇനി എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. PV അൻവറിന്റെ പ്രതികരണം വരേണ്ടതുണ്ട്. CPM പരസ്യമായി ഈ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും CPM സെക്രട്ടേറിയറ്റ് ഇനി പാർട്ടി വിരുദ്ധമായ പ്രസ്താവനയിൽ നിന്നും PV അൻവർ പിന്മാറണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.